ഈ നാടിനെയൊക്കെ ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇന്നലെ ഏകദേശം ഈ സമയത്തോട് ഒരു 9:30 മണിയോട് കൂടിയാണ് ഇവിടെ മരണം നടന്നതായി അയൽവാസികൾ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്ത് അംഗവും പൊതുപ്രവർത്തകരും ഒക്കെ ഇവിടെ എത്തിക്കൂടിയത്. ഈ പറയുന്ന ശിവൻകുട്ടി എന്ന് പറഞ്ഞ ഈ ആള്, ശിവൻകുട്ടി കരുവാറ്റിലെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഒരു 64 വയസ്സുകാരനെ 13 വയസ്സുകാരെയും കൂട്ടുകാരും കൂടെ ചേർന്ന് കൊലപ്പെടുത്തിയത് എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ വീഡിയോ നിന്ന് കുറച്ച് പോയാൽ മാത്രം മതി, ഒരു 20 മിനിറ്റ് മാത്രം ഒന്ന് ട്രാവൽ ചെയ്യേണ്ട മാത്രമേ ഉള്ളൂ. ഈ കരുവാറ്റ എന്ന് പറയുന്നത് ഹരിപ്പാട് കരുവാറ്റ എന്ന് പറയും. ഇത് നാഥൻ ചേട്ടനെ അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റും കൂടാണ് നാഥൻ ചേട്ടന. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് പാർട്ടിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ പിന്നെ യൂട്യൂബ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ തിരക്കും കാര്യങ്ങളായിട്ട് പോവുകയൊക്കെ ചെയ്യും. ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യും. ഞാൻ ഈ ഒരു വിവരം അറിഞ്ഞ് ഞാനിപ്പോൾ ചേട്ടനെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. കുറച്ച് നേരം സംസാരിച്ച് ചേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ പെണ്ണ് വന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമാണ്. 13 വയസ്സേ ഉള്ളൂ. കൂടുള്ളവന്മാർക്ക് പ്രതികൾക്ക് 16ഉം 17ഉം, ഒരാൾക്ക് മാത്രം അങ്ങോട്ട് 18 വയസ്സ്. ഈ 16ഉം 17ഉം ഉള്ളവന്മാരെയൊക്കെ വേണമെങ്കിൽ കോടതിയുടെ തീരുമാനം മൂലമാണെങ്കിൽ ചിലപ്പോൾ അവന്മാരെ സെൻട്രൽ ജയിലിൽ ഇടാൻ പറ്റും, അല്ലെങ്കിൽ ഇവരെ ജോലി ഹോമിൽ ഇടാനേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ്. കാരണം പ്രായപൂർത്തി ആയിട്ടില്ലല്ലോ. പിള്ളേർക്ക് പ്രായപൂർത്തി ആയില്ലെങ്കിൽ ഈ അപ്പൂപ്പൻ്റെ ഫോട്ടോ ഒന്നും സ്പ്രെഡ് ചെയ്യാതിരിക്കരുത്. അതായത് പിള്ളേർക്ക് പ്രായപൂർത്തി ആവാത്തതുകൊണ്ട് ഈ അപ്പൂപ്പൻ്റെ ഫോട്ടോയോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ വകുപ്പ് വേറെ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേരെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പരമാവധി ആൾക്കാരൊക്കെ പുള്ളിയുടെ ഫോട്ടോ എല്ലാം ഹൈഡ് ചെയ്തിട്ട് കുറേ ആൾക്കാരൊക്കെ മാറ്റിയിടാൻ വിടുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇവർ കാണിക്കുന്ന തോന്നിയ ദിവസം. പിന്നെ കറക്റ്റ് അപ്ഡേറ്റ് അറിയാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ് ചെയ്ത് വെച്ചോ, എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിന് കൊടുക്കണം. എന്ത് തോന്നുന്നുണ്ട്? ഈ ഒരു ലോകത്ത് ആരെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാവോ എന്ന് പറയാം. ഞാൻ ഈ ലോകത്ത് വിശ്വസിക്കുന്ന പെറ്റമ്മയും മാത്രമേ ഉള്ളൂ. ഉള്ള കാര്യം പറയില്ല. പെറ്റമ്മയും അച്ഛനെയും വിശ്വസിക്കാം, വേറെ ഒരു മനുഷ്യനെയും വിശ്വസിക്കും. വേറെ എന്താ പറയണ്ടേ? അച്ഛനെ വിശ്വസിച്ചില്ലെങ്കിൽ അമ്മയെ വിശ്വസിക്കാം. ഞാൻ അതും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് സത്യത്തിൽ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സങ്കടം തോന്നുന്നൊരു വിഷയമാണ്. ആ മനുഷ്യൻ്റെ കൈയും കാലും കെട്ടിയിട്ട് മുളകൊടിയൊക്കെ വെത്തറിയിട്ട് ആ പന്നകൾ കൊല്ലത്തവന്മാരെ പിടിക്കാൻ പോയ സമയത്ത് ഒരു കൂസലും ഇല്ലാതെ അവന്മാരെ നിൽക്കുകയാണ്. അവൻ കൂട്ടുകാരിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കാന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇപ്പോൾ അവൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവളെ മോശമായിട്ട് കാണാൻ പോയെന്നുള്ള രീതിയിലാണ്. നാണം കേട്ട അവള്. ഈ മരണപ്പെട്ട വ്യക്തിയുടെ മൂത്ത മോള് കല്യാണം കഴിച്ചു, ഭർത്താവ് ഡിവോഴ്സായി. ആ വകയിലുള്ള കൊച്ചാണ് ഈ പെണ്ണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു കല്യാണം കഴിച്ചു. അവർ പ്രഗ്നൻ്റ് ആണ്. വണ്ടാനം മെഡിക്കൽ ഹോസ്പിറ്റലാണ് അവർ അഡ്മിറ്റ് ആണ്. അപ്പം ഈ പറഞ്ഞ മരിച്ചുപോയ വ്യക്തിയുടെ വൈഫും മോളും വണ്ടാനം ഹോസ്പിറ്റലാണ്. അപ്പോൾ ഈ പെൺകൊച്ച് എന്താണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ പെൺകൊച്ചാണ് നോക്കുകയൊക്കെ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ അവിടെ നോട്ടമെന്ന് വെച്ചാൽ കണ്ടവന്മാരുടെ കൂടെ പോവുക, കറങ്ങി നടക്കുക, ഇതൊക്കെയാണ് അവർ പരിപാടിയും കാര്യങ്ങളൊക്കെ. പുള്ളിക്കാരൻ ഇവിടെ കാണിക്കുന്ന തോന്നിവാസത്തിന് വഴക്ക് പറയുമായിരുന്നു, ഇത് ശരിയല്ലെന്ന് പറയുമായിരുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വെക്ക് നല്ല ചെയ്തേടായിരുന്നു. പിന്നെ ഇവിടെ രാത്രി കിടക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടുകാരുടെ വീട്ടിലൊക്കെയാണ് ഇവിടെ കിടക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ചേട്ടാ ഒരു കാര്യം കേട്ടായിരുന്നില്ല, ഈ അപ്പോൾ മോശമായിട്ടുള്ള രീതിയിൽ ഈ പെണ്ണിൻ്റെ അടുത്ത് പെരുമാറിയെന്ന് കേട്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, അത് കള്ളമാണ്. അതങ്ങനൊന്നുമല്ല. അവിടെ പോക്കൊന്നും ശരിയല്ലാത്തതുകൊണ്ട് പുള്ളി ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവള് കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു. രാത്രി അവന്മാർ കൊല്ലത്തുനിന്ന് വന്നിട്ട് ഇത് തുറന്ന് അകത്ത് കയറി അപ്പൂപ്പനെ തീർത്തപ്പം അത് വീഡിയോ കോൾ വിളിച്ചിട്ട് അവളെ കാണിച്ചു കൊടുത്ത്, കാമുകിക്ക് കാണിച്ചു കൊടുത്ത കാമുകൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, അവളെ മോശമായിട്ട് ചെയ്തെങ്കിൽ അവൾക്ക് മോശമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നു? പോലീസിന് കംപ്ലൈൻറ്റ് കൊടുക്കായിരുന്നു. പോലീസിന് കംപ്ലൈൻറ്റ് കൊടുക്കൂ, എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ അമ്മയോട് പറയാമായിരുന്നു. ഇതിപ്പം കൊന്നതും സ്വർണ്ണം കൊടുത്തതും ഒക്കെ ഐഫോണിനും ബൈക്കിനും വേണ്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 13 വയസ്സേ ഉള്ളൂ. 13 വയസ്സെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആരെ വിശ്വസിക്കുക ഒരു കാലത്ത്? ഓക്കെ, ഈ ചേട്ടൻ പറയുന്ന ബാക്കിയും കൂടെ ഞാൻ വെച്ചുതരാം. ഏകദേശം 2 വർഷമായിട്ടാണ് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. 3 വർഷമായിട്ട്. ഇതിനു മുമ്പ് കൊല്ലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ ഈ ബന്ധുവായിട്ടുള്ള കുട്ടിയാണ് ഇന്നലെ ആദ്യമായി ഇവിടെ എത്തി. കുട്ടിയുടെ സുഹൃത്തുമായി ഇവിടെ എത്തി. ഇവിടെ കതവ് തുറക്കുന്നില്ല, അപ്പൂപ്പൻ കതവ് തുറക്കുന്നില്ല എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഇവിടെയുള്ള പരിസരവാസികളെ അറിയിക്കുകയും പരിസരവാസികൾ പിന്നീട് വന്ന് നോക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഉള്ളിൽ ഒരാൾ മരണപ്പെട്ട് കിടക്കുന്നു എന്ന് മനസ്സിലാക്കുകയും നമ്മളെയൊക്കെ അറിയിച്ചതും ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി അകത്ത് പരിശോധന നടത്തി ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ശിവൻകുട്ടി എന്ന് പറയുന്ന ആളുടെ 65 വയസ്സ് പ്രായമുള്ള ആളുടെ ഇരു കൈകളും ഇരു കാലുകളും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു. ബെഡ്ഷീറ്റ് കൊണ്ട് കാലുകളും കൈകളും തമ്മിൽ കൂട്ടിക്കെട്ടി കഴുത്തിൽ ബെഡ്ഷീറ്റ് ഉൾപ്പെടെയുള്ള തുണി ഉപയോഗിച്ച് കഴുത്ത് മുറുക്കി കെട്ടിയിരിക്കുന്നു. അത്തരത്തിൽ ഏകദേശം വളഞ്ഞ് നിലത്ത് കിടത്തിയിരിക്കുന്ന സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. മുളക് പൊടി അവിടെ മുളക് പൊടി മുഴുവനായി വീടിനകത്ത് മുറികളിൽ മുഴുവൻ മുളക് പൊടി വിതറിയിരിക്കുന്നു. ആയിരുന്നു. അലമാരി തുറന്ന് കിടക്കിയത്. മോഷണ ശ്രമം ആണ് ആദ്യം പോലീസിന് മനസ്സിലായത്. മോഷണ ശ്രമത്തിനിടയിൽ ഉണ്ടായ കൊലപാതകം എന്നാണ് പോലീസിന്റെ ആദ്യത്തെ നിഗമനം. അതിന് തുടർന്ന് ഈ ബന്ധുവായ കുട്ടിയാണ് ഇവിടെ ആദ്യം എത്തി ഈ കാര്യം പരിസരവാസികളൊക്കെ പറയുന്നത്. കുട്ടിയുമായി സംസാരിച്ചതിൽ പോലീസിന് കുട്ടിയുടെ മൊഴിയിൽ വൈരുദ്ധ്യം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പിന്നീട് കുട്ടിയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ കൊല്ലത്ത് പരവൂരിലുള്ള 2-3 കുട്ടികളുടെ സുഹൃത്തുക്കൾ ഇതിനകത്ത് കൃത്യമായി പങ്കാളികളാണ് എന്നുള്ളത് പോലീസിന് വൈകുന്നേരത്തോട് മനസ്സിലാകുന്നതും. അതിന് എങ്ങനെ ഇവന്മാരോട്ട് ഫ്രണ്ട്ഷിപ്പായി? അതൊരു ഡൗട്ടല്ലേ? ബന്ധത്തിലുള്ളയാണോ
പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വഴിയാണ്. ഒരു കാര്യം ഞാൻ പറയാം, വീട്ടിലെ പിള്ളേരിൽ 5ലും 10ലും ഒക്കെ പഠിക്കുന്ന പിള്ളേർ ഇൻസ്റ്റാഗ്രാം കോപ്പ് പഴവെന്നൊന്നും പറഞ്ഞ് വീട്ടുകാരെ കൊടുക്കുകയൊന്നും ചെയ്യല്ലേ. ഇതൊക്കെ തന്നെ അവസ്ഥ. ഇത് കുറേ പെണ്ണുങ്ങളുണ്ട് ഇപ്പോഴത്തെ ബുദ്ധിയും ബോധമില്ലാത്ത കുറേ എണ്ണം അങ്ങോട്ട് വന്നിട്ട്, അതും കണ്ടുപിടിക്കുന്നത് ഇതുപോലെ തോന്നിവാസം കാണിക്കുന്നവന്മാരുടെ അടുത്തിട്ട് ഇവന്മാർ പോകത്തുള്ളൂ. ഉള്ള വള്ളിയെല്ലാം മേടിച്ച് കൂട്ടി നടക്കുന്ന കുറേ 4 പെണ്ണുങ്ങൾ, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കുറേ എണ്ണം ഉണ്ട് ഇങ്ങനെ. ഞാൻ എല്ലാവരും ഒന്നുമല്ല പറയുന്നത്, കുറച്ച് അവളുമാരുണ്ട്. ഞാൻ ഇതുപോലുള്ള പല തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവമുള്ള അവന്മാർ പറഞ്ഞാൽ കൂടി പോകും. അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലും തെരച്ചിലുമാണ് ഈ 3 കുട്ടികളെ കൊല്ലത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ മരണപ്പെട്ട ശിവൻകുട്ടിയുടെ ബന്ധുവായിട്ടുള്ള 13 വയസ്സുകാരി കുട്ടിയും ഇതിനകത്ത് പങ്കാളിയാണ് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. നമുക്ക് ഇതിനകത്ത് ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പലതരത്തിലുള്ള വാർത്തകളും വരുന്നു. കുട്ടി മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ മറ്റു കുട്ടികൾക്ക് ബൈക്ക് വാങ്ങാൻ വേണ്ടിയാണ്. പക്ഷെ ലഹരി അടക്കമുള്ള കാര്യങ്ങളിൽ ഈ കുട്ടികൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ പലതരത്തിലുള്ള സംശയങ്ങളും ഉണ്ട്. കാരണം ഈ പറയുന്ന ആളെ കൊലപ്പെടുത്തുമ്പോൾ ലഹരി അടക്കമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണോ ഇത്തരത്തിലുള്ള കൊലപാതകം നടന്നിട്ടുള്ളത് നമ്മൾ സംശയിക്കുന്നത്. പോലീസ് ഇനിയുള്ള ദിവസങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടത്തി കണ്ടെത്തേണ്ടതാണ്. അത് പുള്ളിക്കാരൻ പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളാണ്. കാരണം മിക്ക എണ്ണവും ലഹരി എന്ന് പറഞ്ഞാൽ അതുപോലെ കാണിക്കുന്നവന്മാരുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ആഭ്യന്തരമന്ത്രി ഭരിക്കുന്നതാണ് നമ്മുടെ ഈ ഹരിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ നല്ല രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ ഓപ്പറേഷൻ തുഫാൻ എന്ന് പറഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും നാഥൻ ചേട്ടൻ പറയുന്ന വെച്ച് ഈ കാണുന്ന ഫോട്ടോസൊക്കെ ഫോട്ടോസൊക്കെയാണ്. ഇനി അവിടെ വേറൊരു വ്യക്തി പറയുന്ന ഒരു വീഡിയോ വെച്ച് തരാം. അവര് ഇവിടുത്തെ ഇദ്ദേഹത്തിന്റെ കൊച്ചുമകള് എൻ്റെ അടുക്കെ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളെ പിന്നെ മുത്തശ്ശൻ അപ്പൂപ്പൻ റൂം തുറക്കുന്നില്ല, അങ്ങോട്ടൊന്ന് എന്നോട് ഒന്ന് വരാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു മറ്റുള്ളവരെല്ലാം എന്ത് ചെയ്യുന്ന ചോദിച്ചു. പറഞ്ഞു ഇങ്ങനെ പ്രഗ്നൻസി ആയിരുന്നു ആ കുട്ടി, അതെനിക്കറിയായിരുന്നു. അപ്പം അവരവിടെ പോയിരിക്കുകയാണ്, ഹോസ്പിറ്റലാണ്. അപ്പം വിളിച്ചിട്ട് അത് തുറക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് മോള് പൊക്കോളൂ, ഞാൻ അങ്ങോട്ട് പുറത്തോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം കുട്ടി പോകുന്നതിൻ്റെ പുറകെ ഞാൻ വന്നിരുന്നു. അപ്പോൾ വന്ന് കഥയിൽ തട്ടി നോക്കി, അപ്പം മേലെ അടച്ചിരിക്കുകയാണ്. അപ്പോൾ സൈഡിലൊരു ഡോർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ സൈഡ് ഡോർ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ അത് ചെറിയ ഗ്രില്ലുകളാണത്. അപ്പോൾ ആ ഗ്രില്ലിനകത്തൂടെ കൈയിട്ടിട്ട് തുറക്കാൻ നോക്കിയിട്ട് സാധിച്ചില്ല. ഈ കുട്ടിയാണ് കൈയിട്ടത്. അപ്പോൾ ഈ തൊട്ടപ്പുറത്ത് അവർക്ക് വേണ്ടി വീട് വെക്കുന്നുണ്ട്. അപ്പം അവിടെ നമ്മുടെ ഒരു അതിഥി തൊഴിലാളി പുള്ളി പണിയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അയാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ ഗ്രില്ല് ചുറ്റിയൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ട് കൈയിട്ട് തുറന്നപ്പം അകത്തെല്ലാം മുളക് പൊടി ഇങ്ങനെ വിതറിയിരിക്കുക. അപ്പം ആ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ചോരയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് ചോരയാണോ എന്ന് നോക്കി ചെല്ലുമ്പം ആ ഡൈനിങ് ടേബിളിൻ്റെ ഒരു സൈഡിലായിട്ട് ഇദ്ദേഹത്തെ കൈയും കാലും ഒക്കെ കെട്ടി കടലിയൊക്കെ വരിഞ്ഞ് മുറുക്കി തുടയെല്ലാം കെട്ടി ഇട്ടിരിക്കുകയാണ്. അപ്പം ഒരു കൊലപാതക ആണെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പം കുട്ടി അത് അപ്പൂപ്പനാണെന്ന് പറയുകയും ചെയ്തില്ല. അപ്പം ഞാൻ പറഞ്ഞു കുട്ടി അറിയുകയും ചെയ്തു. അപ്പോൾ വെളിയിലേക്ക് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഞാനും നമ്മുടെ തൊഴിലാളിയും കൂടെ വെളിയിറങ്ങി. ഞാൻ എസ് അവിടെ ചെന്ന് നമ്മുടെ ശ്യാം സാറിനെ വിളിച്ചു. SI ഈ പെൺകുട്ടിയുടെ പ്രേരണയിലാണ് അവർ വരുന്നത്. ഓക്കെ, ചെയ്തത് കാമുകനാണ്. നമ്മൾ സ്വന്തം പ്രണയനെ തൊടുമ്പം തൊട്ടയനെ പ്രതികാരം കിട്ടിയ കാമുകൻ. ഈ ചില സിനിമയിലെ സീനുകളൊക്കെ ഉണ്ടല്ലോ. ഓക്കേടാ, റിവെഞ്ച് ചെയ്തു. പക്ഷെ നീക്ക് എന്താണ് സ്വർണ്ണവും പണമൊക്കെ മോട്ടിക്കുകയൊക്കെ ചെയ്തേ? അപ്പോൾ ആ ഒരു റിവെഞ്ചിന് ഒരു ഇതില്ലാണ്ടായി പോവാണല്ലോ. ഞാൻ ആർക്കും പ്രചോദനമൊന്നും തരുമൊന്നും അല്ല. ഇവൻ്റെയൊക്കെ ഈ ഒരു തോന്നിവാസത്തിനുണ്ടല്ലോ, കാല വാരി താഴെ അടിക്കാമെന്ന് തോന്നുന്നു, കൈവെല്ലാം കിട്ടിയായിരുന്നെങ്കിൽ. ഓക്കെ, പോലീസ് പറയുന്ന കൂടെ ഒരു ഇതും കൂടെ വെച്ച് തരാം. എന്നിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് വിവരം പറ്റുവാണെങ്കിൽ ഇങ്ങനെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് എടുത്തു തരാം. അതായത് ഇവിടെ വീട്ടിൽ സ്വർണ്ണം ഉണ്ടെന്നുള്ളതും സ്വർണവും പൈസയും അപഹരിക്കാന്നുള്ളൊരു പ്ലാനോട് കൂടിയാണ് ഈ സുഹൃത്തുക്കളുമായിട്ട് ഈ ബോയ് ഫ്രണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നത്. അതുകൂടാതെ ഈ പെൺകുട്ടി ഈ ഇദ്ദേഹം ബാക്ക് ടച്ച് ചെയ്തിട്ടൊക്കെ ഇയാളോട് പറഞ്ഞിട്ട് ഒരു റിവെഞ്ചിന്റെ ഒരു ആംഗിൾ കൂടി ഇതിൽ വരുന്നുണ്ട്. പക്ഷെ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം എന്നല്ല ഈ പൈസയും സ്വർണ്ണവും അപഹരിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അവർ 15-ാം തീയതി വൈകിട്ട് ഇവിടെ വീട്ടിലെത്തുകയും തുടർന്ന് വീടിനുള്ളിലോട്ട് അവിടെ പിറകിലൊരു വെന്റിലേറ്റർ ഉണ്ട്, വെന്റിലേഷന്റെ ഒരു സ്പേസ് ഉണ്ട്. അതിൽ കൂടിയാണ് അകത്തോട്ട് കയറുന്നതും പിന്നെ അവിടെ ഒരു സ്കഫിൾ ഉണ്ടാവുകയും ഇയാളെ അവിടെ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. കൊലപാതകത്തിൽ നടക്കുന്ന വിവരം ഓക്കെ, എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയ വേറൊരു കാര്യം കൊണ്ടുണ്ടായിരുന്നു. ആ പെണ്ണ് അപ്പൂപ്പനെ തീർത്തെല്ലാം കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകാനിരുന്നത്. ആൾക്കാർ അത് ചോദിച്ചായിരുന്നു, ഈ കൊച്ചിൻ്റെ എക്സാം എഴുതാൻ പോകണമെന്നോ സ്കൂളിൽ പോകണമെന്നൊക്കെ കിടന്ന് അവളവിടെ കിടന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് അതും ഒരു ചർച്ചാ വിഷയമായി. എന്തായാലും കൊള്ളാം. ഇത് ഇവിടെ കൊണ്ട് തീർന്നില്ല ഈ ഒരു സംഭവം. ഇനി ഇതിൻ്റെ ബാക്കിയും കൂടെ കഥകളും ഞാൻ ഇവളെക്കുറിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ടൊന്ന് അന്വേഷിക്കട്ടെ. നല്ല രീതിയിൽ അന്വേഷിച്ച് കറക്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ചാനലൊന്ന് സബ് ചെയ്ത് വെച്ചോ. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പോകുന്ന ഒരു ഇതൊന്ന് അനക്കി വിടുക എന്ന് മാത്രമേ ഉള്ളൂ. ഞാനതിൽ അവിടെ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാം. ഇവിടെ അങ്ങനായിരുന്നു എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കാം. മക്കളെ വളർത്തിയാൽ എന്താ പറയണ്ടേ, ആ പേരിനും മാത്രം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി മാത്രം വളർത്തരുത്. കുറേയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അതെങ്ങനെ ഇവറ്റകൾക്കൊന്നും ഇതിനൊന്നും നേരമില്ലല്ലോ. ഓക്കെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഗൈസ്, ബൈ, ലവ് യു ഓൾ ഗൈസ്.